ഞാപ്പോ എവിടക്ക ഇങ്ങനെ പോണ്? ഞാൻ എന്നോട് പറയാം ബാബമ്മക്ക് പനി പിടിച്ചടാ. മഴ പനി പിടിച്ച് മഴ ഉണ്ടോ? നബിസാത്താടെ ആര് ചെന്ന് പനിക്ക് പോവാന്. അപ്പൊ ഞാൻ എന്തെങ്കിലും പനി തൊക്കാച്ച് പോവാണ്. അല്ലേ പാവാണ്. എങ്ങനെ പനി പിടിച്ച് മഴ കൊണ്ടാ? ഇമ്മ മഴ കൊണ്ടിട്ടില്ല. എന്നോട് പറയാ ഞാന് മഴമയാ കൂടാന്നിട്ട് കളിക്ക് കഴിഞ്ഞിട്ടാ ആ വടിയായിട്ട് വന്നിട്ട് ഇമ്മനെ അടിക്കാൻ വന്നു. എന്റെ മഴമായ കൂടാ നേരെ കയറി ഇരിക്കടാ അറിഞ്ഞിട്ട്. അവിടെ കൊറേ പിള്ളേരുണ്ടല്ലോ. അവിടെ കൊറേ കുട്ടികളൊക്കെ ഉണ്ട്. ഓരോട് പിന്നേരും ഉണ്ടാവൂലേ? അതാ കളിക്കണല്ലേ? ബിരിയാണിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ അന്ന അടിക്കോ പോയി കുട്ടികളെ കൂടി. ആ ചെറിയൊക്കെ എന്നാ കാട്ടിക്കുന്നു. ഞാൻ ഉമ്മാട് പറഞ്ഞിട്ടാ. അപ്പൊ ഉമ്മ അറിയാ ഒരുത്താൻ കാട്ടാണ് ഇത്രയും വിവരമില്ലടാ എനിക്ക്. ഒരു ചെറിയ ചെക്കനെ കാട്ടിയതിന് അടപടാന്ന് പറയുന്നത്. ഇത് ചെങ്ങയുടെ കല്യാണം കഴിച്ചിട്ടൊക്കെ നടക്കുക കുട്ടികളെ മാതിരിയാണ്. കുട്ടികളെ നളുജിനോട് പറഞ്ഞില്ലേ കുട്ടികളൊക്കെ അന്നെ അടിക്കാൻ പോരാന്നുള്ളത്? അതെന്താ കുട്ടികൾക്ക് അന്നത്തത് പറയാൻ പറ്റില്ലേ? കുട്ടികളൊക്കെ അതാണ് പുറത്തേക്ക് നിൽക്കുന്നുണ്ട്. അല്ല എന്നിട്ട് ഉമ്മ പെരൊക്കെ എടുക്കാണ്. അപ്പൊ ഡോക്ടറെ അടുത്തും പോയില്ലേ? നാളെ പോലെ വിജിപ്പ അവിടെ പോയിട്ട് എന്തിനാ പണി എടുത്ത് കൊടുക്കാനാ? എന്താ ചെയ്യുന്നത്? തിരുമ്പലൊക്കെ ആവും. അടിച്ചതല്ല. പിന്നെ മഴ ആയിട്ട് എന്താ പാട് അവിടൊക്കെ? അത് കുട്ടികളെ നോക്കോ അതിനെ അടിക്കണ്ട. വിന്നേരൊക്കെ വന്നിട്ടില്ല. പോയി ചായ ചായ കഴിഞ്ഞ്. അപ്പൊ അതെന്താണ് ചായ കൊടുത്തതാണ് അതിന്റെ ബാക്കിയാണ്. അത് കുടിച്ചതിന്റെ ബാക്കിയായി. എനിക്ക് വേണ്ടട്ടാ. എനിക്ക് കഴിക്കണമൊന്നുമില്ല. എന്നാലും ഒരു തുള്ളി തന്നെ ഉമ്മ പറയുന്നത് ആരും തന്നെ കുടിച്ചോളൂ പറയുന്നുട്ടാ. ഇവിടെ ഇജ്ജനെ കുട്ടിയെ തരാന്. അപ്പൊ അതെന്താണ്? അത് രണ്ടെണ്ണം ഇട്ട് കൊടുത്താൽ അതിനെ കൊണ്ട് പോകൂല. ഞാൻ നല്ല ആശാത്താടെ പോയപ്പോൾ പോയി അങ്ങനെ തന്നെ പറഞ്ഞത് അവരോട്. മൂന്നാലും കൊടുത്താളെ അല്ലെങ്കിൽ പോകില്ലാന്ന്. കൊടുത്ത മോനെ അധികമൊന്നും വേണ്ടട്ടാ. കുറച്ച് മതി. ഒരു 5-6 മതി. കുറച്ച് മതി. 5-6. നബീസാത്ത എങ്ങനെന്താ വരാൻ പറഞ്ഞ്? ഉമ്മാക്ക് എന്താണ് പനിയാണ്. അപ്പൊ ഉമ്മ പറഞ്ഞ് ഇന്നോട് ഒന്ന് പനി കൊടുത്തോളാണ്. അത് നാളെ എടുത്തന്നല്ലോ. അത് നിങ്ങൾ 10 രൂപ തേങ്ങ പൊളിച്ചതാണ്. നിങ്ങൾ ഉമ്മാക്ക് ആയിരുന്നു. ഉമ്മാക്ക് വേറെ കൊടുത്തു. എനിക്ക് 10 രൂപ തന്നാ മതി. 10 രൂപ 2 ലൈസ് കിട്ടും. 10 രൂപ 2 കിട്ടുവാ? കിട്ടും. എന്നൊക്കെ 2 വേണം. ആയിക്കോട്ടെ. അതാ കിടക്കണം അവിടെ. ഞങ്ങൾ കുറച്ച് നായക്കുട്ടിയാണ്. എന്നെ കണ്ടു വരിക. എന്നിട്ട് നല്ല കുത്തു തരും. ണ്ടല്ലോ. പിന്നെ ഇങ്ങോട്ട് ഇമ്മ പറഞ്ഞിരിക്കണേ. ഉമ്മ പറഞ്ഞൊക്കെ അവിടെ നിൽക്കണം. ഞാൻ ആ ചകിരി എടുത്തത് മഴയാണ് വരുന്നത്. അത് എടുത്തിട്ട് മതി. അത് എടുത്തിരുന്നത് പറയാൻ നോക്ക്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വിഷമാവും. ആ വിഷമം അത് കഴിഞ്ഞിട്ട് പറഞ്ഞ മഴ വന്നാലേ മഴ ഉള്ളൂ. അതാണ് അത് കഴിഞ്ഞിട്ട് ചായ ചെല്ലു. ഇപ്പൊ വെച്ചില്ല ഒന്നുമില്ല. ഇവിടെ ചെല്ലു. ആ മഴ വന്നിട്ട് അതന്നെ ഉമ്മ പറഞ്ഞത്. ഞാപ്പോ നോക്കി പണിയെടുത്ത നബിസാത്തന്റെ തുള്ളി വെള്ളം കിട്ടില്ലാന്ന് പറഞ്ഞ ചെല്ലു. അത് എന്റെ മകളും എന്റെ അപ്പുറം പറയും. ചായക്കല്ലേ മഴ വരണ്ടാ. നിനക്ക് കളിക്കാനും മഴത്ത് ചൂടടിച്ചോ. കഴിച്ചോരാ. ഒരു പണി എന്റെ ഉമ്മാനെ സമ്മതിക്കണം. ഇപ്പൊ നാളെ മുതൽ ഉമ്മാനോട് പറയണോ നബിസാത്താർക്ക് പണിക്ക് പോകണ്ട. നിങ്ങള് ആശാത്താർക്ക് തന്നെ പോയാൽ മതി. ഇത്രയൊക്കെ പണി എന്റെ അമ്മ എടുക്കുന്നില്ലേ? പാവാണ്. അല്ലെങ്കിൽ അമ്മ പണിയെടുത്തോട്ടെ. എന്നാലും എനിക്ക് ചായം ചോദിച്ചോളും. അമ്മ എന്താ ചെയ്തോട്ടെ. നിന്നെ വിളിച്ചാ
എത്താണ് ഞാൻ വൃത്തിപോലെ അടിച്ചോരെന്ന് പറയാ. വൃത്തി നല്ല വൃത്തിപോലെ അടിച്ചോര് മോനെ. ആ അത് ഇത് കഴിഞ്ഞിട്ട് അത് അടിച്ചോരാ വൃത്തിയല്ലേ ആ, ആയിക്കോട്ടെ. വൃത്തിയല്ല, വൃത്തിപോലെ അടിച്ചോര്. നാള് ജാനടുത്ത് നീ എന്താണ് നീപത്താത്ത് പണിയെടുക്കണൊക്കെ ശരി അവര് വൃത്തിയും പഠിപ്പില്ലാന്ന് അതാണ് നിങ്ങൾ പറഞ്ഞത്. ആ, അതുപോലെ അടിച്ചാലും പോലെ വൃത്തിപോലെ അടിച്ചോരെന്ന് പറയാ. ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ. 2 തേച്ച് പഠിക്കാൻ പൈസ തരും എനിക്ക്. 3 എണ്ണം 10 റുപ്യ മതി 3 എണ്ണം കിട്ടും. ആയിക്കോട്ടെ, 10 ഉറുപ്പിക തരാം. ആ